ഈ സാധാരണ സംസാരങ്ങളിൽ തന്നെ ഒരുപാട് ക്രിയേറ്റീവ് ആണ് ജോണി ആന്റണി. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിത് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഒരു ഇന്റർവ്യൂ. ഇപ്പൊ ജോണി ആന്റണിയുടെ വീട്ടിൽ ഒരു കള്ളം കയറുന്നു. അപ്പൊ ജോണി ആന്റണി കള്ളം കയറിയതിനു ശേഷം ആളുകളോട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇന്ന് വരെ ഇതെന്റെ വീടായിരുന്നു, ഇപ്പൊ കള്ളം കയറിയതിനു ശേഷം ഇത് കള്ളം കയറിയ വീടായി മാറി. പണ്ട് ജോണി ആന്റണിയുടെ വീടായിട്ടത്, പിന്നെ ആൾക്കാരെ കള്ളം കയറിയ ഈ ആളുകള് ചോദിക്കുമല്ലോ എപ്പോഴും, ബാക്കിയുള്ളവർക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. കുട്ടികളായില്ലേ, കല്യാണമായില്ലേ, ജോലിയായില്ലേ, സിനിമയായില്ലേ, ഇതിനൊക്കെ എപ്പോഴെങ്കിലും ക്രിയേറ്റീവായിട്ട് ഉത്തരം പറഞ്ഞൊരു ജോണി ആന്റണി ഉണ്ടോ? എനിക്ക് അങ്ങനെയുള്ളൊരു ചോദ്യത്തിന് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നിട്ട് ഉത്തരം പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഈ ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ കൊണ്ട് വേളാങ്കണ്ണിക്ക് പോവുക. ഇപ്പം ഈ തമിഴ്നാട്ടില് ഈ ഇലക്ഷന് മുമ്പ് ഫണ്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് റെയ്ഡുണ്ട്. നമ്മളൊന്ന് വണ്ടി സെർച്ച് ചെയ്യുമല്ലോ, ഒന്ന് ഇറക്കം പിടിക്കും, അപ്പം ഒന്നന്മാർ മൂന്നാമത്തെ പ്രാവശ്യം എന്നെ പെട്ടെന്ന് പിടിച്ചു ഉണർത്തി. അതിന് ചോദിക്കുന്നത് ദൊട്ടിരിക്കാന്നാണ് ചോദിക്കുന്നത്. ഉടനെ എന്നോട് വന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം മാറ്റി ഉണർത്തിയിട്ട് ചോദിച്ചു, ദൊട്ട് ഇരിക്കാ? ഞാൻ ഇറുക്കേ ഇറുക്കാ ഇല്ലേ 700 രൂപ സ്ഥലമൊക്കെ. അതൊക്കെ ചിലപ്പോൾ സ്പോണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പൊ ദേഷ്യം എല്ലാം കൊണ്ടും പെട്ടെന്ന് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ. അങ്ങനെ ചോദ്യങ്ങൾക്ക് ഇപ്പം വിശേഷം എന്ന് ചോദിച്ചാൽ നമ്മൾക്കാരുടെ ദേഷ്യം തോന്നേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ചിലത് നമുക്കറിയാം, അതായത് ആൾക്കാർക്ക് നമ്മൾ ചിലപ്പോൾ സിനിമ ഇല്ലാത്തൊരു സമയമായിരിക്കും, ഇന്ന് ഷൂട്ടിംഗ് ഇല്ലെന്ന് ചോദിക്കും. പണ്ട് സംവിധായകനൊക്കെ ആയിരിക്കുമ്പോഴേ ഇത് ആളുകൾ വിചാരിച്ചു രാവിലെ വന്ന് ഷൂട്ടിംഗ് വന്നാ സമയം 4 കൊല്ലം കൂടുമ്പോഴൊക്കെ ഒരു പടം നടക്കലായി. അങ്ങനത്തെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പൊ ഗൾഫിൽ നിന്ന് വരുന്ന ഒരാളോട് നാളെ എണ്ണ തിരിച്ചു പോകുന്നു ചോദിക്കുന്ന പോലെ ആൾക്കാർക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ജനറലി ഒരു സിനിമാക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചോദിക്കും? ഭക്ഷണം കഴിച്ചോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നല്ലത് സിനിമയില്ലേ എന്ന് ചോദിക്കുന്ന ആളോ എന്നുള്ളതുകൊണ്ട് ചോദിക്കുന്നതായിരിക്കും. പക്ഷെ പണിയില്ലാത്തതിന്റെ വിഷമം നമുക്ക് ആദ്യമേ വീട്ടിൽ ചെന്ന് ചോദിക്കുന്നത് നിനക്ക് എങ്ങനെ സുഖമാണെന്ന് പോലെ ജയറാം പാർവതി കല്യാണം കഴിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാലം. ഞാനൊരു 3 ദിവസം വീട്ടിൽ നിന്ന് അമ്മ ചോദിക്കും, മോളെ സിനിമയൊന്നും ഇല്ലേ മോളെ? എന്റെ അമ്മ ചോദിക്കും. അതായത് അമ്മ ഞാനൊരു 3 ദിവസമല്ലേ ആയുമേ വീട്ടിൽ വന്നിട്ട് എന്ന് പറയാം. അതായത് നമ്മളിപ്പോ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 40 ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഒരു 3 ദിവസം പോയാലും അമ്മ ചോദിക്കും. അത് ഒരു 3 ദിവസം കഴിയുമ്പോൾ അമ്മയ്ക്ക് ടെൻഷനാണ്. ഒന്നും സിനിമയെ പറ്റി സംസാരിക്കുന്ന കേൾക്കുന്നില്ല, ആരും വിളിക്കുന്നില്ല, ഒന്നും ഒരു റെഗുലർ ഇൻകം വരുന്നുണ്ട്. അതിനൊരു തട വരുമ്പോ സിനിമ ആയില്ലേ ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ വലുതായിട്ട് അങ്ങനെ ചോദ്യങ്ങളൊന്നും കേട്ടിട്ടില്ല. പക്ഷെ എന്റെ അടുത്ത് അമ്മിണിപ്പിള്ള കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ. അപ്പൊ ആക്ച്വലി സ്പീക്കർ കഴിഞ്ഞ് കൊറോണ വന്നു എന്നുള്ളതാണ്, ഞാനായിട്ട് ബ്രേക്ക് എടുത്തതൊന്നുമല്ല. അങ്ങനെ അല്ലാതെ എന്നോട് അങ്ങനെ ചോദിക്കാറില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ചോദിക്കാൻ ധൈര്യപ്പെടുന്ന അമ്മ മാത്രമായിരിക്കും. അല്ലല്ല, എന്റെ നാട്ടിലൊരു ചേട്ടനൊക്കെ ഉണ്ട്. മൂപ്പര് എന്നെ ഞാൻ ആ മൂപ്പരുള്ള വഴിയെ പോവാണ്ട് വേറെ വഴിയൊക്കെ പോകും. പക്ഷെ മൂപ്പര് ശരിക്കും സത്യമായിട്ടും കുറച്ച് മുന്നേ മൂപ്പർക്ക് അവിടെ ഒരു കട ഉണ്ടായിരുന്നു. മൂപ്പരെന്നെ കാണുമ്പോ വിശേഷം ചോദിക്കും, വേറെ ചോദിക്കാൻ മുമ്പ് അറിയില്ല സിനിമയില്ലേ നോക്കി. അപ്പൊ എനിക്കാണ് അത് കേൾക്കുമ്പോൾ മറ്റേ 45 ദിവസം കഴിഞ്ഞ് ഷൂട്ടായി ഒരു ദിവസമൊക്കെ വീട്ടിൽ നിൽക്കാൻ പോയതായിരിക്കുമ്പോൾ പുള്ളി സിനിമയില്ലേ നോക്കിയപ്പോൾ ഒരു വിഷമമല്ലോ. അപ്പൊ ഞാൻ മൂപ്പര് കാണാതിരിക്കാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് 2 വഴിയെ പോകും. മറ്റേ വഴിയെ പോകുമ്പോൾ മൂപ്പര് അവിടെ നിന്ന് ഓടി വന്ന് ഇപ്പുറത്തോ അത് ചോദിക്കുമ്പോൾ മൂപ്പർ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ ഈ ഒരു സിനിമ ചെയ്യാൻ പോകുന്ന സമയം ഇപ്പൊ സിനിമ ചെയ്യുന്നെന്ന് പറഞ്ഞു, ആ സിനിമ നടന്നില്ല. അപ്പൊ ആ സിനിമയ്ക്കും ഇങ്ങനെ കാണുമ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായി വരും. അത് കഴിഞ്ഞിട്ട് 2ാമത് വേറെ പരിപാടി പ്ലാൻ ചെയ്തു, അതും നടന്നില്ല. അപ്പോഴും പുള്ളി ഓൾ ദി ബെസ്റ്റ്, എപ്പോൾ കണ്ടാലും ഓൾ ദി ബെസ്റ്റ് പറയും പുള്ളി. അങ്ങനെ കറക്റ്റ് ആയിട്ട് തിരുവനന്തപുരത്ത് വെച്ച് പുള്ളി ഇങ്ങനെ നടന്നു വരാം, റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ പുള്ളിയെ കണ്ട് ദൈവം കാരണം പടം നടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഓടി ഒരു ബുക്ക് സ്റ്റോളിൽ അവിടെ ഇങ്ങനെ നിൽക്കുക, പുള്ളി പോയിട്ട് പോകുന്നു ഓൾ ദി ബെസ്റ്റ്. അങ്ങനെയല്ലേ സന്തോഷമാർക്ക്. അവര് ചിലപ്പോ വളരെ സിൻസിയർ ആയിട്ട് ചോദിക്കുന്നതും ആയിരിക്കാം. പക്ഷെ നമ്മളിപ്പോ ഷൂട്ടിങ് കഴിഞ്ഞാണോ വന്നതെന്ന് ചോദിക്കാം, അങ്ങനെ പലതും ചോദിക്കാം. പുള്ളി കണ്ട സിനിമയൊന്നും ഇല്ലാതെ ചോദിക്കുള്ളൂ, അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഒരിക്കലും മുമ്പ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, ചില സിനിമകളുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ്, പക്ഷെ എനിക്കതൊരു കാര്യമായിട്ടൊന്നും ചെയ്യാൻ തോന്നിയില്ല എന്നുള്ളത്. ഇപ്പൊ ഗെറ്റ് സെറ്റ് ബേബിക്ക് അങ്ങനെ സ്പോയിലേഴ്സ് ഇല്ലാതെ ഭാഗമാവാൻ തോന്നിയ കാര്യം ഉണ്ടാവും? അങ്ങനെ എനിക്ക് തോന്നുന്നു മിസ് ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റി, പിന്നെ വിനയായിട്ടുള്ള സൗഹൃദം, അങ്ങനെയൊക്കെയാണ് അല്ലേ. നമ്മള് താരം ചെയ്യാൻ ഇരുന്നതായിരുന്നു, അപ്പൊ അങ്ങനെ താരം ചെയ്യാൻ പറ്റിയില്ല. ഉടനെ അടുത്തൊരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ അവർ വിളിച്ചു. അപ്പം എനിക്കിതിനകത്ത് അത്യാവശ്യം സ്പേസ് ഉള്ള ക്യാരക്ടർ തന്നെയാണ്. പിന്നെ ഉണ്ണിയുടെ കൂടെ എനിക്ക് ഇതിന് മുന്നേ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, ഡേറ്റ് ഒക്കെ കാരണം.
ഒരുവിധം എല്ലാ സിനിമകൾക്കും തന്നെ എന്ന് പറഞ്ഞ പോലെ പക്ഷെ ഈ ഡേറ്റ് ക്ലാഷും പല പ്രശ്നങ്ങളും ഒക്കെ കാരണം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനൊരു സിനിമ വന്നപ്പം ഓക്കെ ചെയ്യാം എന്നുള്ളൊരു, ഞാനും ഉണ്ണി ഓക്കെ പറഞ്ഞിട്ട് നടക്കാതെ പോയ സിനിമകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സിനിമകളൊക്കെ ഉള്ളത് കൊണ്ട് ഓക്കെ എന്നാൽ ഇങ്ങനെ വരുമ്പം ഇതൊരു നമ്മൾ ആദ്യമായിട്ടാണല്ലോ പേരപ്പ് ചെയ്യുന്ന സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറാണ്. ഇപ്പൊ ഈ ലവ് സ്റ്റോറി അധികവും ആണുങ്ങളുടെ പെർസ്പെക്റ്റീവിലായിരിക്കും പറയാ, അത് മാറി പെൺകുട്ടികളുടെ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ അത് വലിയ വിജയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ജൂൺ, ഓം ശാന്തി ഓശാനൊക്കെ അപ്പം അധികവും ഗൈനക്കോളജി അല്ലെങ്കിൽ ഗർഭകാലം അതൊക്കെ അധികം സ്ത്രീകളുടെ കണ്ണിലൂടെയാണ് കാണുന്നത്. ഇവിടെ അത് ഉണ്ണിമുകുന്ദന്റെ ക്യാരക്ടറിലൂടെ അനാവരണം ചെയ്യപ്പെടുമ്പോൾ ഒരു രസം അതാണോ? അതുണ്ട്, അങ്ങനെ ഒരു രസമുണ്ട്. ഐ മീൻ ഇവരുടെ ലവ് സ്റ്റോറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു കെമിസ്ട്രി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വിനയ് ട്രൈ ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അല്ലാതെ ഈ പറയുന്നത് പോലെ ഒരു മെയിൽ പേഴ്സ്പെക്റ്റീവിലും ഈ ഒരു ഇഷ്യൂ ഇതിൽ സംസാരിക്കുന്നുണ്ട്. ആസ് എൻ ഇപ്പോൾ വിശേഷമായില്ലേന്ന് ചോദിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളില്ലേ, അതൊരു ആണുങ്ങളുടെ പെർസ്പെക്റ്റീവിലും പറയുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയും കൂടെ പറയണമല്ലോ, അപ്പോഴാണല്ലോ അത് ശരിക്കും രണ്ടുപേരും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ. അങ്ങനെ ഈ ഇപ്പം നമ്മള് അധികമൊന്നും മലയാള സിനിമയിൽ മുമ്പ് ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങള് ഇപ്പൊ കുറച്ചും കൂടി എന്താ പറയാ ഫൺ ചേർത്തിട്ട് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പം ഇതിനകത്ത് തന്നെ എങ്ങനെയാണ് ഒരു ഗൈനക്കോളജി, എങ്ങനെയായിരിക്കും IVF ട്രീറ്റ്മെന്റ് നടക്കുക, ഇതിനെ നിങ്ങളൊരു എന്താ പറയാ സിനിമ എന്നുള്ള പ്രോസസ് അല്ലാതെ തന്നെ ഇത് ആളുകൾക്ക് ഒരു എഡ്യൂക്കേറ്റിംഗ് ആയിരിക്കും അല്ലെങ്കിൽ സമൂഹത്തിന് നല്ലതായിരിക്കും, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ സ്ക്രിപ്റ്റ് എടുക്കുമ്പോൾ നോക്കാറുണ്ടോ? അല്ല, IVF-നെ പറ്റി തന്നെ ഇപ്പൊ നമുക്ക് ഒരുപാട് സിനിമകള്, ഞാൻ തന്നെ ഒരു 8-10 കഥ കേട്ടിട്ടുണ്ട് IVF-നെ പറ്റി. ഞാനൊരു സീസണില് പോയിരുന്നു കഴിഞ്ഞാൽ കഥ കേൾക്കാൻ പോയിരുന്നു കഴിഞ്ഞാൽ അത് IVF ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസവിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ. ഞാനിപ്പോ ഇവര് അവസാനം കഥ പറയാൻ വന്നപ്പോ ഞാൻ ചോദിച്ചു എല്ലാരും എങ്ങനെയാ ഈ ഒരു സമയത്ത് ഈ IVF സിനിമകൾ പ്ലാൻ ചെയ്യണേ, എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ പെട്ടെന്ന് എന്നുള്ളതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ആൾക്കാരുടെ അടുത്ത്. അപ്പം നമുക്ക് ചില കഥകൾ പറയുമ്പോൾ എന്താ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡോക്യുമെന്ററി സ്വഭാവം വരും. അപ്പൊ ഒരു ഡോക്യുമെന്ററി സ്വഭാവത്തിൽ അത് ചിലപ്പോൾ ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവില്ല എന്ന് നമുക്ക് തോന്നും. പിന്നെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം കഥ പറയുമ്പോഴും അതിന് ചിലപ്പം പ്രശ്നം വരും. ഇതെന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഒത്തിരിയുടെ കമേഴ്ഷ്യൽ പാക്കേജ് ആയിട്ടാണ് പറയുന്നത്. പല കാര്യങ്ങൾ പറയുന്നതിൽ അത് കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇതും കൂടി ഫീഡ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള പോലെയാണ് ഇതില് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ പറഞ്ഞു പോകുന്നത്. അപ്പം അത് കുറച്ചുകൂടെ സക്സസ് ആയി കഴിഞ്ഞാൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ആവും എന്നുള്ളൊരു തോന്നലുണ്ട്. അതാണ് ഈ സിനിമയെ പറ്റി ആലോചിച്ചപ്പം ഈ കേൾക്കുന്ന കഥകളിൽ ഇത് കമേഴ്ഷ്യലി സംസാരിക്കുന്ന ഒരു കമേഴ്ഷ്യൽ പ്ലേസ്മെന്റ് ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിൽ ഇതും കൂടെ പറയുമ്പോൾ സിനിമ സക്സസ് ആയാൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനെ പറ്റിയും കൂടെ സംസാരിക്കും എന്നുള്ളതായിരുന്നു. മറ്റേതാവുമ്പോ ചിലപ്പോ ഒരു ഡോക്യുമെന്ററി സ്വഭാവമായി പോകുന്നുള്ളത് കാരണം ഇങ്ങനെ ഒരു സബ്ജക്ട് ഒരു റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇത് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് മാത്രമായിരിക്കും മൊത്തം സിനിമ നമ്മൾ ഇത് മാത്രം കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം എന്നുള്ളൊരു ജോൺ ചേട്ടനോട് ഈ ചോദ്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ഇപ്പോൾ ഈ ഗെറ്റ് സെറ്റ് ബേബി നമുക്കൊരു ചിരി ഉണ്ടാക്കുന്ന സമാധാനം ഉണ്ടാക്കുന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ജോൺ ചേട്ടൻ ചെയ്തിട്ടുണ്ട്, മലയാളികൾക്ക് ഏറ്റവും അധികം റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ. പക്ഷെ ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇപ്പൊ കുട്ടികളിൽ വളരെയധികം വയലൻസ് കൂടുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം പ്രിൻസിപ്പളിനോട് തട്ടിക്കയറി പ്രിൻസിപ്പളിനെ പുറത്തു ഇറങ്ങിയാൽ കൊല്ലുമെന്ന് പറയാ, കുട്ടികൾക്ക് ഉള്ളിൽ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്ത്, പിന്നെ കുട്ടി റാഗ് ചെയ്തിട്ട് കുട്ടി 26ാം നിലയിൽ നിന്ന് എടുത്ത് ചാടുക, അങ്ങനെ മരണപ്പെടുക, അങ്ങനത്തെ വാർത്തകൾ കുട്ടികൾക്കിടയിലെ വയലൻസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ വരുന്ന സിനിമകൾ ഇപ്പം മാർക്കോ ആയാലും കില്ലായാലും അനിമലായാലും അതെല്ലാം വയലൻസ് ഒരുപാട് കൂടുതലാണ്, അതിന്റെ ഡീറ്റെയിലിംഗ് ഒരുപാട് കൂടുതലാണ്, അത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ശരിക്കും ഈ സിനിമയുടെ വയലൻസ് ടോൺ ഡൗൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്ര വയലൻസേ പാടുള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ്, അതിനെപ്പറ്റി എന്താ ജോണി ആന്റണി എന്നുള്ള ഫിലിം മേക്കർ വിചാരിക്കുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞ ഞാൻ സിനിമ കണ്ടു തുടങ്ങുന്ന കാലത്തും സിനിമകൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ അന്നും ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന, കുടുംബം നന്നായി നടത്തുന്ന നസീർ സാറോ ജയൻ സാറോ ഒക്കെ പിള്ളേർ വീട്ടിൽ നല്ലതായിട്ട് മനിയന്മാരെ പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരാളെയാണ് ഞാൻ എപ്പോഴും റോൾ മോഡലായിട്ട് കണ്ടിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളെയാണ്. അല്ലാതെ ഗബ്ബാർ സിംഗിനെ അല്ല എനിക്ക് ഇഷ്ടാനന്ദിനെ അല്ല അമിതാഭ് ബച്ചനെ ആയിരുന്നു എനിക്ക്. അത് ഓരോരുത്തരും കാണുന്ന നമ്മുടെ ഇതാണ്. അത് ഓരോരുത്തരും കാണുമ്പോൾ പിന്നെ ഈ കുട്ടികൾ എനിക്ക് തോന്നുന്നു ഈ വയലൻസ് അല്ലെങ്കിൽ ഇപ്പം ബ്ലേഡ് കൊണ്ട് മുറിക്കുക എന്നൊക്കെ പറയുന്ന സാധനം
എനിക്കത് വീടുകളിലെ അവരുടെ ഒരു, ഞാൻ പറയല്ലോ, നമ്മൾ ചിലപ്പോൾ നല്ല മാതാപിതാക്കൾക്കായിരിക്കും വളരെ മോശമായിട്ടുള്ള, നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ കയ്യിലല്ല കുട്ടികളുടെ കാര്യം. എനിക്ക് കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ, എനിക്ക് തോന്നുന്നു എപ്പോഴും അവരുടെ മേലെ ഒരു കണ്ണുണ്ടാകുക. പിന്നെ കുട്ടികളെ കരുണ അവരെന്താണ് ദയ എന്നൊക്കെയുള്ളത് മനസ്സിലാക്കുക. അത് നമുക്കൊരിക്കലും നമ്മുടെ ഒരു സ്വന്തം ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു സഹോദരനെ മുറിക്കാൻ തോന്നുക അതുപോലെ തന്നെയല്ലേ വേറൊരാളെ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് സിനിമയുടെ ഒരു പ്രശ്നമല്ലത്. ഇപ്പോൾ സിനിമ കാണാത്തവരും കൊലപാതകം ചെയ്യുന്നില്ലേ? സിനിമ കൊണ്ട് പ്രശ്നമല്ലത്. അത് കാണുന്ന ആംഗിളിൽ ഇപ്പം നമുക്കിപ്പോൾ ഞാൻ പറയാം, ഒരുപാട് ഒരു ഭയങ്കര കൊടും ക്രൂരനായ ഒരു വില്ലനെ ഇപ്പോൾ രജനി സാറിൻ്റെ മറ്റേ ഇപ്പോൾ ഇറങ്ങിയ പടം ജയിലറിലെ തല വെട്ടിക്കളയുന്നു, തിയേറ്ററിൽ കൈയടിച്ചു. കാരണം അതിനു മുമ്പ് അയാൾ ചെയ്യുന്നത് സംസാരിക്കുന്നത് അത്ര വൃത്തികെട്ട കാര്യങ്ങളാണ്. അപ്പൊ അത് ഓൾറെഡി ആ ടൈം, ആ സമയത്ത് ആ സിറ്റുവേഷനിൽ അത് ആളുകൾക്ക് ഓക്കെയാണ്. ഇത് വയലൻസിന് വേണ്ടി വയലൻസ് ആവരുത്. അതായത് ചുമ്മാ ഒത്തിനെ കൊല്ലാം, പിന്നെ അവനെ പറ്റേ കൊന്നു വെട്ടി വൃക്കി എന്നൊക്കെ പറയും. എന്തിനാ നേരെ പറഞ്ഞാൽ ഞാൻ പറയല്ലേ, എനിക്ക് ഒരുവിധപ്പെട്ട ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് പടങ്ങൾ ഞാൻ കാണുമ്പോൾ എനിക്കായിരിക്കണേ ആ പോർഷൻ മാത്രം ഞാൻ പയ്യെ കാണാതിരിക്കും. അതുകൊണ്ട് കാരണം നമുക്കൊരിക്കലും എനിക്ക് ഭയമാണ്, എനിക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ പേടിച്ചു ദൂരെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തന്നെ പറ്റാത്ത നമ്മുടെ വീടുകളിൽ ദൈവം സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നൊരു കാര്യമാണ്. അങ്ങനത്തെ കാര്യം കാണുമ്പോൾ ഞാൻ പയ്യെ കാണാതിരിക്കും. നമ്മുടെ അത്ര സിനിമകൾ ഉണ്ടായിരുന്നല്ല പറഞ്ഞത്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തെ ആൾ ആസ്വദിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടൊന്നും ഒരിക്കലും ഒരാളും സിനിമ കണ്ടുകൊണ്ട് ഒരാൾ മോശമാണെന്നുള്ളത്, പിന്നെ മോശമാകും വിധിക്കപ്പെട്ടവരെങ്കിൽ എന്തും മോശമാകും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ മക്കൾ മോശമായിരിക്കാൻ ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഈ സിനിമയിലെ വയലൻസ് ടോൺ ഡൗൺ ചെയ്യേണ്ടതുണ്ടോ? അല്ല, എനിക്കറിയില്ല. നമ്മുടെ അതിൽ വയലൻസേ ഇല്ല. അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു ഒരു 18+ ആൾക്കാർക്ക് മാത്രമല്ലേ അത് കാണാൻ സ്പേസ് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മളും കൂടെ പാരന്റ്സും അതിനാണല്ലോ നമ്മൾ US സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതും അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ആണ് സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യുന്നതും ഇത് കുട്ടികളെയോ ആൾക്കാരെയോ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത് കാണിക്കാതിരിക്കുക അതിനെന്താ ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. അതെ, അതൊരു ഇച്ചിരി ടഫാണ്. ആ ഒരു ഏരിയ ഇച്ചിരി ഗ്രേ ആണല്ലോ. നമുക്ക് തിയേറ്റേഴ്സിൽ അലോ ചെയ്യാറില്ല. അതെ, തിയേറ്റേഴ്സിൽ അലോ ചെയ്യാറില്ല. അതെങ്ങനെയാ പ്ലേസ് ചെയ്യപ്പെടുന്നത്? ഇപ്പൊ വീട്ടിലിരുന്ന് കാണുമ്പോ കാണരുത്, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഇത് കാണിക്കരുത് എന്നുള്ളൊരു വളരെ കെയർഫുൾ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് ആക്ച്വലി സ്പീക്കിംഗ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കിൽ ബില്ല് പോലൊരു സിനിമ വരാന്നിരിക്കും, എനിക്ക് അതിനെ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും മാനദണ്ഡമൊക്കെ വെക്കുക? എനിക്ക് കാണാൻ പറ്റണ്ടേ. എനിക്ക് വയലൻസ് സിനിമ കാണാൻ ജോണിച്ചേട്ടനെ അത്രയല്ലേ. ഞാൻ മറ്റേ മ്യൂട്ട് ചെയ്ത്, എനിക്ക് സൗണ്ട് ഭയങ്കര, എനിക്കും ശബ്ദം പ്രശ്നമാണ്. അപ്പൊ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് അങ്ങനെയുള്ള ചില സീനുകളൊക്കെ കണ്ടു തീർക്കുക. അല്ലെങ്കിൽ ഞാൻ കണ്ണടച്ചിരിക്കണം, എൻ്റെ അടുത്തിരിക്കുന്ന ആൾ കണ്ണടച്ചിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് കണ്ണടക്കി കാണില്ല അങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ് വയലൻസ് സിനിമകൾ കാണാൻ. ഞാൻ എന്നെ കൊണ്ടുപോയാൽ ആ തിയേറ്റർ മുഴുവൻ അറിയും ഞാനവിടെ വന്നിട്ടുണ്ടെന്നും ഒരാളവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നും ഇതിനെങ്ങനെയും ഇറക്കി വിടുക എന്നൊക്കെ പറയാൻ ആൾക്കാർക്ക് തോന്നുന്ന പോലെ കരച്ചിലും ബഹളവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ തിയേറ്റേഴ്സിൽ പോയിട്ട് കാണാറില്ല. OTTയിൽ അങ്ങനെ കാണേണ്ടി വരികയാണെങ്കിൽ തന്നെ മ്യൂട്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ കാണാറ്. അപ്പം എനിക്ക് പേടിയാണ്. എനിക്ക് ബേസിക്കലി വയലൻസ് സിനിമകൾ ചെയ്യാൻ പേടിയാണ്. പക്ഷെ ചിലപ്പോൾ തോന്നാറുണ്ട് ഒരാളെ മറ്റേ അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു സിനിമ എനിക്ക് അത് റൈറ്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ചെയ്യുന്നതിനൊരു റീസണിങ് ഉണ്ട്. ഒരു ഇയാൾ മരിച്ച ഓക്കെയാണ് എന്ന് ഒരാൾക്ക് തോന്നുന്ന പോലെ ഒരാളെ കൊല്ലാനാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. വയലൻസ് കൂടുതലും വിസിബിൾ ആകുമ്പോൾ കത്തി എടുത്ത് വീശുന്നു, ചോരയിലോട്ട് ചോര തെറിക്കുന്നു, അങ്ങനെയാണ് യൂഷ്വലി കാണിച്ചോണ്ടിരുന്നത്. അങ്ങനെയൊക്കെയുള്ള അതല്ല, അത് കത്തിയിട്ട് അവസാനം മറ്റേ കുരവള്ളി വരെ എടുത്ത് ഇങ്ങനെ ഉരച്ച് അത് പറ്റുമോ എന്നുള്ളത് എനിക്കും ശബ്ദമാണ് പ്രശ്നം. അങ്ങനെ നമ്മള് വയറിനെ കുത്തുന്ന ശബ്ദം കേൾക്കില്ലേ? ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതാണല്ലോ, ബ്ലഡ് എങ്ങനെ വരും എന്ന് എനിക്കറിയാം. കത്തി ഏത് തരമുള്ളതാണെന്ന്, പ്ലാസ്റ്റിക് ആണെന്നോ അല്ലെങ്കിൽ മരമാണെന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ എങ്ങനെയാ, എനിക്ക് പറ്റില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ ആളുകൾ നിഖിലയോട് പറയാറുണ്ടോ, നമ്മളൊരു ഔട്ട്ലുക്കാ വിചാരിച്ച നിഖിലെ പറ്റി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതാകെ മാറിപ്പോയി? ഇപ്പൊ എന്താണെന്നറിയോ, ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒന്നും പറയാറൊന്നുമില്ല. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ചെറുതാണ് എന്ന് ആൾക്കാർ എന്നോട് പറയാറുണ്ട്. സിനിമയിൽ കാണുന്നതിലും ഭയങ്കര ചെറുതാണ് നേരിട്ട് കാണുമ്പോൾ എന്ന് പറയാറുണ്ട്. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമേ പറയാറുള്ളൂ, നേരിട്ട് ആരും പറയാറില്ല.
നേരിട്ട് മുന്നേ ഉള്ള സർക്കിൾ തന്നെയാണ് ഇപ്പോഴും അല്ലേ? എനിക്ക് എപ്പോഴും എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് എൻ്റെ സർക്കിളിലുള്ള ആൾക്കാർ. അപ്പൊ അവർക്കിത് ശീലമായതുകൊണ്ട് പുതിയതായിട്ട് ഇപ്പം ചോദിക്കാനോ അങ്ങനെയൊന്നും വരില്ല. ഈ ഗെറ്റ് സെറ്റ് ബേബി ഉണ്ടാക്കുന്ന ഫണ്ടുണ്ടല്ലോ, അപ്പം അതിനകത്ത് ഇപ്പോൾ എടുത്തിറങ്ങുന്ന മലയാള സിനിമകളിലൊക്കെ തന്നെയും മാക്സിമം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കിയിട്ടും വൃത്തിയായിട്ടുള്ള ഭാഷ നോക്കിയിട്ടൊക്കെ ചെയ്യുന്നത്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാടിപ്പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഗർഭകാലവും സ്ത്രീകളും ഒക്കെ ബന്ധപ്പെട്ടുള്ള ഏരിയയാണ്. അപ്പൊ എത്രമാത്രം റെസ്പോൺസിബിലിറ്റി സ്ക്രിപ്റ്റിൽ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം? എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്കൊരു ഏഡി ഉണ്ടായിരുന്നു ആക്ച്വലി IVF ലൂടെയൊക്കെ പോയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പം യൂഷ്വലി എന്തെങ്കിലും അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ സീനൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ബിക്കോസ് ഇതിന്റെ എക്യുപ്മെന്റ്സും എല്ലാം ഡിഫറെന്റ് ആണല്ലോ, നമുക്കൊരു യൂഷ്വൽ ഹോസ്പിറ്റൽ സെറ്റിംഗിൽ ചിലപ്പം കിട്ടില്ലല്ലോ. അപ്പൊ ആ എക്യുപ്മെന്റ്സ് അതുപോലെ ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുക, എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിക്കാറും ആ ഒരു റിസർച്ച് പ്രോപ്പറായിട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിനയ് ഈ കുഞ്ഞിന് 3 വയസ്സായിട്ടുള്ളൂ. അവൻ വൈഫിന്റെ കൂടെ ഉണ്ടായിരുന്നു ആസ് എൻ പ്രൈവറ്റ് ആയിട്ടാണ്. പ്രഗ്നൻസി സമയത്തും കുഞ്ഞുണ്ടാകുന്ന സമയത്ത് കോവിഡ് ആയിരുന്നു. സോ ഹി വാസ് വിത്ത് ഹിസ് വൈഫ്. സോ അങ്ങനെ ഈ ലൈക്ക് ഡെലിവറി എടുക്കുന്ന സാധനങ്ങൾ അതെല്ലാം എനിക്കറിയാം ആ മട്ടായിരുന്നു ബിക്കോസ് വൈഫിന്റെ കൂടെ ഉള്ളതുകൊണ്ട്. ജോണി ചേട്ടാ, ഇപ്പൊ മുമ്പ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ സംവിധായകനൊക്കെ ആയിരിക്കുന്ന സമയത്ത് വലിയ സാമ്പത്തിക ക്ലേശമായിരുന്നു. അവിടെ നിന്ന് ഇവിടുന്ന് പണമൊക്കെ വാങ്ങിച്ചത് എങ്ങനെയെങ്കിലും റോൾ ചെയ്ത് പോകുക എന്നുള്ളതാണ്. ആക്ടർ ആയപ്പോഴാണ് കുറച്ച് മനസമാധാനമൊക്കെ കിട്ടി തുടങ്ങി ഇൻ ടേംസ് ഓഫ് പൈസ എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ ഡയറക്ടർ ആവുമ്പോൾ നമ്മളൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സിനിമാറ്റിക് മാർബൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു. പക്ഷെ ആക്ടർ ആവുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു, നമുക്കൊരു പുതിയ ലൈഫ് സ്റ്റൈൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു പോയിന്റിൽ നമ്മൾ ആ ലൈഫ് സ്റ്റൈൽ സ്റ്റിക്ക് ആയാൽ നമുക്കത് മാറ്റാനും പറ്റില്ലല്ലോ. ഈ ആ ക്രിയേറ്റർ ജോണി ആന്റണിക്ക് കിട്ടിയിരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു പടം ഇറങ്ങിയിട്ട് ഫസ്റ്റ് എല്ലാവരും കൈയടിക്കുമ്പോഴുള്ള ആ സുഖം, അത് മിസ് ചെയ്യുന്നുണ്ടോ? അത് ഇപ്പൊ നമ്മളിപ്പോ അഭിനയിച്ച് കണ്ട് തിയേറ്ററിൽ ചിരിക്കുന്ന കാണുമ്പോഴും അതേ സന്തോഷം തന്നെയല്ലേ ഉണ്ടാവുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് കാര്യം ഏതാ. പക്ഷെ മോനെ ആ സന്തോഷത്തെക്കാൾ വലുതല്ലേ നമ്മളൊരു സാമ്പത്തിക ഭദ്രത, നമ്മുടെ ഉത്തരവാദിത്തങ്ങളില്ലേ, നമുക്ക് മക്കളില്ലേ, കുടുംബമില്ലേ, ഒരുപാട് മാതാപിതാക്കളില്ലേ, ഇവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കണ്ടേ. നമ്മൾ മാത്രം ഒരു പടം സന്തോഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മറ്റുള്ളവരുടെ സന്തോഷങ്ങളാണ് ഇപ്പൊ എന്റെ സന്തോഷം. ഇപ്പൊ പിള്ളേർ എനിക്ക് തോന്നിയ കാര്യം, ഒരു നമ്മുടെ ഇപ്പം 30 വയസ്സിലാണ് ഞാൻ CD മൂസ ചെയ്യുന്നത്. മനസ്സിലായില്ല. ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഉത്തരവാദിത്തങ്ങൾ, ജസ്റ്റ് കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, കുട്ടിയാകുന്ന ഔട്ടായിരുന്നു ആയി. അപ്പം അല്ലാതെ എനിക്ക് ആ ഒരു കാര്യങ്ങൾ സിനിമ ഭ്രാന്താണ്. ഇപ്പോഴും അങ്ങനെ അല്ലെന്നല്ല പറയുന്നത്. പക്ഷെ നമുക്ക് കൃത്യമായി ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ് അല്ലേ. ഉറപ്പായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞു ഡയറക്ടർ ആകുമ്പോൾ നമ്മളത് ഒരു സീൻ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച് ഈ സീൻ ഇങ്ങനെ എടുക്കാം ഇതെടുത്തു, നമ്മൾ തന്നെ പ്ലാൻ ചെയ്തു, എടുപ്പിച്ചു, ക്യാമറമാനെ കൊണ്ട് ഷോട്ട് എടുപ്പിച്ചു, കട്ട് ചെയ്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. പ്രത്യേകിച്ച് ആ സീൻ നമ്മൾ വിചാരിക്കുന്നവർക്ക് ചിരി കിട്ടുന്നു, നമ്മൾ വിചാരിക്കുന്നത് ക്ലാസ് കിട്ടുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു, നമ്മളിങ്ങനെ നോക്കിയിരിക്കും. നമ്മൾ അടുത്ത സീൻ ഈ സീൻ ക്ലാസ് ഞാൻ പ്രതീക്ഷിച്ചു നമ്മളിങ്ങനെ അയലക്കത്തരമുള്ള നോക്കും, അവൻ അടിക്കുന്നതാണ് കണ്ടാ എന്ന് പറഞ്ഞല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞു ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളായിട്ടുള്ള ലഹരി വലിയ തന്നെയാണ് അത്, അതങ്ങനെ പോകുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അനിശ്ചിതത്വങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ സിനിമയിൽ എനിക്ക് അനിശ്ചിതത്വമുണ്ട്. ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് സാധാരണ പടങ്ങൾ കുറയുന്നുണ്ട്. കാരണം പടങ്ങൾ മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ടല്ലോ. മൊത്തത്തിൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറയുമല്ലോ. രണ്ട് രീതിയിലുള്ള സിനിമകളാണ് ഇപ്പൊ ഇറങ്ങുന്നത്. ഓ അങ്ങനെ അയ്യോ ശരി, അങ്ങനെ കുറച്ചാൽ ഞാൻ പറഞ്ഞ പോട്ടെ. പിന്നെ എനിക്ക് നിഖിലയോടൊരു എല്ലാവർക്കും ഈ ചാനൽ തന്നെ ഇരിക്കട്ടെ, എന്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വനിതാ താരം അതായത് പപ്പയ്ക്കാട്ട് തന്നെ പറയുന്നത് വെച്ചാൽ എന്നെ ഇഷ്ടം അറിയുള്ളൂ ആറ്റിറ്റ്യൂഡ്. എന്നെക്കാട്ടിലധികം കൗണ്ടറുകൾ രണ്ട് പെൺമക്കളാ എനിക്ക്, പിന്നെ വൈഫോട്. അപ്പൊ 3 പെണ്ണുങ്ങളും ഞാനുമാണ്. പിന്നെ ഒരു പട്ടിക്കുട്ടി. അതൊരു പട്ടിക്കുട്ടി. നേരത്തെ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ജീവിതം നമ്മൾ ബാക്കിയുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കണല്ലേ ഒരു പോയിന്റില്. തീർച്ചയായിട്ടും നമ്മൾ അല്ല പിന്നെ നമ്മളിതൊന്നും ആകരുത്. കല്യാണം കഴിച്ചോ? ഇല്ല. അല്ല എനിക്ക് സത്യമായി ഇപ്പം എൻ്റെ എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഇങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട്, നോക്കിയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പം തോന്നുന്നുണ്ട് എന്താണ് അപ്പനും എന്തായിരുന്നു അങ്ങനെ ആയിരുന്നു എന്നുള്ളത്. കാരണം നമുക്ക് ഇവരെ കുറിച്ച് ചിന്ത ഉണ്ടാവുള്ളൂ.
ഇത് ആരൊക്കെ പറയണം, നമ്മൾ എല്ലായിടത്തുനിന്നും കേൾക്കുന്നതാണല്ലോ കുടുംബം ഇത് മുമ്പേ ചോദിച്ചതല്ല. ഇഷ്ടമല്ല അതൊക്കെ. അല്ല ഇത് മുമ്പേ ചോദിച്ചാൽ ഷൂട്ടിംഗ് ഇല്ല എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞത്. അല്ല അങ്ങനെയല്ല, നീ മറ്റേ എപ്പോഴും മറ്റുള്ളവരെ പറ്റി ഇപ്പൊ ഞാൻ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാന്നല്ല, നമുക്കൊരു പ്രായം കഴിഞ്ഞു കഴിയുമ്പോ നമ്മൾക്ക് അറിയാണ്ട് നമ്മളിലേക്ക് ഉത്തരവാദിത്തങ്ങള് വരും കുടുംബത്തിന്റെ. നിനക്ക് വന്നിട്ടില്ല? എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ 13 വയസ്സിൽ ജോലി ചെയ്ത് തുടങ്ങിയതാണ്. ബേസിക്കലി ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയതാണ്. അന്ന് എനിക്കിത് ഫിനാൻഷ്യലി വീട്ടിലേക്ക് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ വളരും തോറും നമ്മളുടെ ആവശ്യങ്ങളും എപ്പോഴും വളരും. നമ്മളുടെ ഫാമിലി വളരുമ്പോൾ ഇപ്പം പണ്ട് ജോൺ ചേട്ടൻ 30 വയസ്സിൽ ഭാര്യ കല്യാണം കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വലിയ ഉത്തരവാദിത്തങ്ങളില്ല എന്ന് പറയുന്ന പോലെ അല്ല 2 പെൺകുട്ടികളുള്ള ഒരു അച്ഛൻ ഉണ്ടാവുന്ന ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വളരും തോറും നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും ഭയങ്കരമായിട്ട് കൂടും. എനിക്കിപ്പം ഈ കല്യാണം വഴിയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ എടുക്കണം. അപ്പൊ ഇതും കൂടെ എടുക്കാനുള്ള ഒരു ഇപ്പം തോന്നാറില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കായിരിക്കും. ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, അവസാന ചോദ്യം. ഇപ്പൊ മലയാള സിനിമയിൽ ഒരുപാട് നടിമാർക്ക് കൊച്ചിയിൽ ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോകാൻ വലിയ ഭയമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ആളുകളുടെ റിയാക്ഷൻ, ഏത് രീതിയിലാണ് അതിന്റെ ക്ലിപ്സ് ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പേജസിലും ഒക്കെ വരിക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് നടിമാരൊക്കെ അതിന് നിയമപരമായിട്ടൊക്കെ അതിന് നീങ്ങുന്നുണ്ട്. ഇപ്പൊ പാർവതി കൃഷ്ണ എന്നുള്ള ആങ്കറൊക്കെ അത് സക്സസ്ഫുൾ ആയിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് പൂട്ടിച്ചിരിക്കുന്നു അവർ. അപ്പൊ ഇപ്പൊ നിഖിലക്ക് പേഴ്സണലി അങ്ങനെ ആ തിയേറ്ററിൽ പോകാൻ അല്ലെങ്കിൽ അവിടെ പോകാൻ ഈ ഒരു ഹിക്കുണ്ടോ, ഒരു ബുദ്ധിമുട്ടുണ്ടോ? അന്ന് പോയില്ലാന്നേ ഉള്ളൂ. വേറൊരു ദിവസം അതൊരു നല്ല തിയേറ്ററാണ്, നല്ല സൗണ്ട് എഫക്റ്റും നല്ല വിഷ്വൽ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു തിയേറ്ററാണ്. ആ ബഹളമുള്ള ദിവസം തീർച്ചയായിട്ടും അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന തിയേറ്ററാണ്. അപ്പം അന്ന് പോവില്ലാന്നുള്ളൂ. ഒരു 2 ആഴ്ച കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. ചിലപ്പോ അന്ന് തന്നെ കാണണം എന്ന് തോന്നുന്ന സിനിമകളാണെങ്കിൽ വേറെ ഏതെങ്കിലും തിയേറ്ററിൽ പോയി കാണും. അല്ല പിന്നെ ഓപ്പണിംഗ് സിനിമകൾ എനിക്ക് തോന്നി മറ്റേ ചില ഫൈനലുകൾ കൽക്കട്ടെ കൊണ്ടാക്കുന്ന പോലെ അവിടെ അതേ ഉള്ളൂ. ഇവിടെ അത്രയും സ്പേസും അത്രയും ആൾക്കാർ നമുക്ക് ഒരു ക്രൂവിന് മൊത്തമായി പോയി സിനിമ കാണാൻ പറ്റുന്ന സെറ്റപ്പുള്ള സിനിമകൾ അല്ല തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് കുറവായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള തിയേറ്റേഴ്സിൽ പോകുന്നത്. അപ്പൊ ആ ഒരു ദിവസം അറിയാതൊക്കെ ചിലപ്പം ബുക്ക് ചെയ്ത് പോകും. അങ്ങനെയുള്ളപ്പോ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒരു പ്രിവ്യൂവിനാണ് വിളിച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും ഇതിന്. എന്നാലും പക്ഷെ എന്നാലും പരാതി പറയേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ചെയ്യരുത് എന്നൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഒരു പരിധി കൂടുതൽ പറയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു മോട്ടോ. ഉണ്ടാവും. വനിതാ വനിതയിലാണെങ്കിൽ വരും.